കടമെടുത്ത് കേരളത്തെ മുടിക്കുകയെന്ന പതിവ് തുടരുകയാണ് UDF സർക്കാരും. സർക്കാർ അധികാരത്തിലേറിയിട്ട് 3 മാസം പൂർത്തിയാകുമ്പോൾ കടമെടുപ്പ് 14,400 കോടിയായി ഉയർന്നു. ഓണക്കാല ചെലവിനായി ഇനി 2,200 കോടി രൂപ കൂടി കടമെടുക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, ഒരുപക്ഷെ ഒരു സർക്കാർ കടമെടുക്കുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ചെലവ് നടത്തി മുന്നോട്ട് പോകാൻ വേറെ വഴിയില്ല എന്നുള്ള ഒരു സാമ്പത്തിക ദുരന്തമാണ് നമ്മുടെ നാടിന്റെ യാഥാർത്ഥ്യം എന്നുള്ളതാണ്. പക്ഷേ ഈ സർക്കാർ വന്ന് അധികാരത്തിലേറി 3 മാസമാകുമ്പോഴേക്കും 14,000 കോടിയിലധികം കടമെടുത്തു എന്ന് പറയുമ്പോൾ ഏതാണ്ട് അനുവദനീയമായ പരിധിയുടെ പകുതിയോളം എത്തി നിൽക്കുന്നു കടമെടുപ്പ്. വിഷ്ണു, അതേ പ്രജിത്ത്, കടമെടുക്കാൻ തന്നെ സർക്കാർ മുൻപോട്ട് പോയിരിക്കുകയാണ്. ഏകദേശം 22,000 കോടി രൂപയോളം ആണ് ഇനി കടമെടുക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഓണമായി ബന്ധപ്പെട്ട് ജീവനക്കാരുടെ ബോണസ്, അതുപോലെ ശമ്പളം, ബാക്കി ഓണ അനുബന്ധ ചെലവുകളൊക്കെ കണക്കിലെടുത്താണ് സർക്കാർ കടമെടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഏകദേശം പുതിയ UDF സർക്കാർ വന്നതിന് ശേഷം ഏകദേശം 14,000 കോടിയോളം കടമെടുത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കേന്ദ്രം ഇതിനുവേണ്ടി അനുമതി നൽകിയിരിക്കുന്നത് ഏപ്രിൽ മാസം 23 കോടി രൂപയോളം കടമെടുക്കാമെന്നുള്ള അനുമതി മാത്രമാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത്. ഏപ്രിൽ വരെ മാത്രം, ഏപ്രിൽ മുതൽ ഈ പറയുന്ന ഡിസംബർ വരെയാണ് കാലാവധി നൽകിയിരിക്കുന്നത്. ഏതായാലും കടമെടുത്ത് മുടിക്കാനുള്ള തീരുമാനത്തിലേക്ക് തന്നെ സർക്കാർ പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ UDF സർക്കാർ വന്നിട്ട് ഏകദേശം 3 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ആ സമയത്തിനുള്ളിൽ തന്നെ 14,000 കോടിയോളം കടമെടുത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ 5 വർഷം തേക്കുമ്പോൾ അതിൽ കൂടുതൽ ഒരു കടക്കിണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ 4,500 രൂപയാണ് സർക്കാർ ജീവനക്കാർക്ക് ബോണസായിട്ട് നൽകുന്നത്. ഈ പറയുന്ന ബോണസിന് അർഹതയില്ലാത്തവർക്ക് 3,000 രൂപയോളം ഉത്സവ ബത്തയായിട്ട് നൽകുന്നു. ആ ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ കടമെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ആവശ്യഘട്ടം വരുമ്പോൾ ഏത് തലത്തിലാണ് ഇതിനെയൊക്കെ സർക്കാർ ഈ പറയുന്ന പൈസ ക്രമീകരിക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അവർ അധികാരം ഒഴിയുമ്പോൾ ഈ പറയുന്ന ബഡ്ജറ്റ് ഒന്നുമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ പറയുന്ന കേരള ബഡ്ജറ്റ് 0 ആക്കി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഈ സർക്കാർ വന്നപ്പോൾ കടമെടുത്ത് അത് വീണ്ടും വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നിലവാരമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഓക്കെ, വിഷ്ണുവാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കടമെടുത്ത് മുടിയുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ കടമെടുക്കുന്നതിന്റെ സിംഹഭാഗവും പലിശ നൽകാൻ വേണ്ടി മാത്രമാണ് കടമെടുക്കുന്നത്, ഉപയോഗിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ആകെയുള്ള നെറ്റ് ബോറോവിംഗ് അടക്കം വലിയ രീതിയിലുള്ള സാമ്പത്തിക ദുരന്തത്തിന്റെ കണക്കുകൾ നമ്മളെ കാണിച്ചു തരും.